സ്റ്റുഡൻസ്, സോ ഇതാണ് നമ്മുടെ ആക്ച്വൽ സിലബസ്. ഈ സിലബസ് പ്രകാരം നമ്മളിപ്പോൾ കവർ ചെയ്തത് 5th മൊഡ്യൂളിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫേസ് മോഡുലേഷൻ ആയിരുന്നു. സോ ഫേസ് മോഡുലേഷൻ്റെ വീഡിയോ ഞാനൊരു സിംഗിൾ വീഡിയോ ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ കംപ്ലീറ്റ് പോർഷൻസ് കവർ ആവുന്ന രീതിയിലുള്ളൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. ഫേസ് മോഡുലേഷൻ അതെല്ലാവരും കാണുക. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ പഠിക്കുമ്പോൾ അതെല്ലാ വീഡിയോസ് കാണുക കറക്റ്റായിട്ട്. സോ അതിൽ എന്താണ് എഫ് എമ്മും വി എം തമ്മിലുള്ള ഡിഫറൻസ്, അതിൻ്റെ കറസ്പോണ്ടിങ് ഇക്വേഷൻസ് എന്തൊക്കെയാണ്, ഡിജിറ്റൽ ഫേസ് മോഡുലേഷൻ അല്ലെങ്കിൽ BPSK QPSK ഈ കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ പറഞ്ഞിരുന്നു. ഇതായിരുന്നു നമ്മൾ ഫേസ് മോഡുലേഷനിൽ പറഞ്ഞത്. അതിൻ്റെ സെക്കൻഡ് ചാപ്റ്ററായിട്ട് നമ്മൾ പറഞ്ഞത് FM ട്രാൻസ്മിറ്റേഴ്സും അതുപോലെ ആംഗിൾ മോഡുലേറ്റർ സർക്യൂട്ട്സ് ആയിരുന്നു. ഇത് നമ്മൾ എനിക്കൊന്ന് ഓരോരോ ലെക്ചർ വീഡിയോ ആയിട്ട് എടുത്തത്. FM ട്രാൻസ്മിറ്റേഴ്സ് നമ്മൾ കുറേ ടൈപ്പ് FM ട്രാൻസ്മിറ്റേഴ്സ് പഠിച്ചു, ഡയറക്റ്റും ഇൻഡയറക്റ്റും. ഡയറക്റ്റിൽ ഫ്രീക്വൻസി സ്റ്റെബിലൈസ്ഡ് FM-ഉം ഇൻഡയറക്റ്റിൽ നമ്മൾ ആംസ്ട്രോങ് മെത്തേഡ് പഠിച്ചു. അതുപോലെ PM യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് FM ജനറേറ്റ് ചെയ്യുക, ഈ കാര്യങ്ങളാണ് നമ്മൾ 5th മൊഡ്യൂളിൽ പഠിച്ചത്. 6th മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മൾ 2 ചാപ്റ്ററായിട്ട് പഠിച്ചു. നമ്മൾ ആദ്യം പഠിച്ചത് ടെലിഫോൺ സ്വിച്ചിങ് എന്നുള്ള ചാപ്റ്ററാണ്. സോ എങ്ങനെയാണ് ടെലിഫോൺ വർക്ക് ചെയ്യുന്നത്, ഞാനും ഇതൊരു സിംഗിൾ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തത്. ടെലിഫോൺ സ്വിച്ചിങ് കംപ്ലീറ്റ് വർക്കിംഗ് വരുന്ന രീതിയിലുള്ളൊരു സിംഗിൾ വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. നമ്മൾ 2-3 ക്ലാസ്സുകളായിട്ടാണ് ടെലിഫോൺ സ്വിച്ചിങ്ങിൻ്റെ വീഡിയോ കണ്ടത്. അപ്പോൾ ഇത് ശരിക്കും ഒരു ചാപ്റ്ററാണ് ഫുള്ളി. 6th മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഒരുപാട് സമയം എടുത്തത്. അപ്പോൾ ചിലപ്പോൾ അത് ഒരു കമ്പൈൻ ആയിട്ടുള്ളൊരു വീഡിയോ ഉണ്ടാവില്ല. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, ഈ 5th മൊഡ്യൂളിൻ്റെ സെക്കൻഡ് ചാപ്റ്ററും 6th മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററും ഞാൻ എന്ത് ചെയ്യാം, എല്ലാ ടോപ്പിക്കും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും പഠിക്കാൻ. നമ്മളിപ്പോൾ ഇത് ഓരോരോ വീഡിയോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്തത്. ഞാനതൊരു സിംഗിൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ജനറൽ ഔട്ട്ലൈൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, 5-6 മൊഡ്യൂളിൻ്റെ സിലബസ്. സോ നമുക്കിത് വെച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് പറയാനുള്ളത്. അപ്പോൾ ശരിക്കും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമ്മൾ പറയുമ്പോൾ നിങ്ങൾ ആ ടോപ്പിക്കൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലേ നമുക്കത് എഫക്റ്റീവായിട്ട് മനസ്സിലാവുള്ളൂ. നമുക്ക് എന്തായാലും നോക്കാം. സോ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ മെയ് 2019 എന്ന് പറയുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമാണ്. സോ ഇതിൽ ചോദിച്ചിരിക്കുന്നത്, ഞാനിപ്പോൾ 5-6 മൊഡ്യൂളാണല്ലോ, പാർട്ട് C ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ മെയ് 2009 ഫസ്റ്റ് വെച്ച ക്വസ്റ്റ്യൻ വിത്ത് ബ്ലോക്ക് ഡയഗ്രം എക്സ്പ്ലെയിൻ ആംസ്ട്രോങ് മെത്തേഡ് ഓഫ് FM ജനറേഷൻ. ആംസ്ട്രോങ് മെത്തേഡ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, ഇൻഡയറക്റ്റ് FM എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, 10 മാർക്കിന്. ഡ്രോ ദി സർക്യൂട്ട് ഓഫ് ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റർ ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് വർക്കിംഗ്. നമ്മൾ ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റർ തൊട്ട് മുന്നത്തെ ക്ലാസ്സിലാണ് പഠിച്ചത്. എങ്ങനെയാണ് ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റ് ചെയ്യുന്നത്, FET വെച്ചുള്ള സർക്യൂട്ട് ഉണ്ടായിരുന്നു, BJT വെച്ചുള്ള സർക്യൂട്ട് ഉണ്ടായിരുന്നു, എങ്ങനെയാണ് അതിൻ്റെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. വിത്ത് ദി ഹെൽപ്പ് ഓഫ് സർക്യൂട്ട് ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് വരാക്ടർ ഡയോഡ് FM മോഡുലേറ്റർ. നമ്മൾ വരാക്ടർ ഡയോഡ് FM മോഡുലേറ്റർ ഒരു സിംഗിൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ വരാക്ടർ ഡയോഡിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വരാക്ടർ ഡയോഡ് FM മോഡുലേറ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. യൂസിങ് എക്സ്പ്രഷൻസ് കമ്പയർ FM ആൻഡ് PM ഷോ ദാറ്റ് FM may be generated using PM. FM-ഉം PM-ഉം കമ്പയർ ചെയ്യുക, FM-ൻ്റെയും PM-ൻ്റെയും കറസ്പോണ്ടിങ് ഇക്വേഷൻസ് എഴുതാം. വാട്ട് ആർ ദി ബേസിക് ഫംഗ്ഷൻ ഓഫ് ടെലിഫോൺ സെറ്റ്. ടെലിഫോൺ സെറ്റ് നമ്മൾ പഠിച്ചിരുന്നു. ടെലിഫോൺ സെറ്റിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, നമ്മളൊരു 5-6 ഫംഗ്ഷൻസ് ടെലിഫോൺ സെറ്റിൻ്റെ പറഞ്ഞിരുന്നു. അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. വിത്ത് ദി ഹെൽപ്പ് ഓഫ് സർക്യൂട്ട് ഡയഗ്രാം എക്സ്പ്ലെയിൻ ദി വർക്കിംഗ് ഓഫ് റിയാക്ടൻസ് മോഡുലേറ്റർ. റിയാക്ടൻസ് മോഡുലേറ്റർ നമ്മൾ പറഞ്ഞിരുന്നു. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് കോഡ്ലെസ് ടെലിഫോൺ. കോഡ്ലെസ് ടെലിഫോൺ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ടിപ്പിക്കൽ ടെലിഫോണും കോഡ്ലെസ് ടെലിഫോണും തമ്മിലുള്ള ഡിഫറൻസ്, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. സോ നിങ്ങൾ ഇതുപോലെ December 2018 നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോസ്റ്റർ-സീലർ ഡിസ്ക്രിമിനേറ്റർ എക്സ്പ്ലെയിൻ ദി ഫോസ്റ്റർ-സീലർ ഡിസ്ക്രിമിനേറ്റർ മെത്തേഡ് ഫോർ FM ഡിമോഡുലേഷൻ വിത്ത് ഹെൽപ്പ് ഓഫ് നീഡ് സർക്യൂട്ട് ഡയഗ്രാം. അപ്പോൾ ഫോസ്റ്റർ-സീലർ ഡിസ്ക്രിമിനേറ്റർ നമ്മളൊരു സിംഗിൾ വീഡിയോ 2 വീഡിയോ ആയിട്ടാണ് ഫോസ്റ്റർ-സീലർ ഡിസ്ക്രിമിനേറ്റർ ചെയ്തത്. അത് നിങ്ങൾ വീഡിയോ നോക്കുക, അതിൻ്റെ നോട്ട്സൊക്കെ PPT ഒക്കെ നോക്കുക. അതിൻ്റെ വർക്കിംഗ് ഷുവറായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഫോസ്റ്റർ-സീലർ ഡിസ്ക്രിമിനേറ്റർ. എക്സ്പ്ലെയിൻ ദി വർക്കിംഗ് ഓഫ് FM ട്രാൻസ്മിറ്റർ യൂസിങ് ആംസ്ട്രോങ് മെത്തേഡ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. വിത്ത് നീഡ് ഡയഗ്രാം എക്സ്പ്ലെയിൻ ട്രാൻസിസ്റ്റർ മോഡുലേറ്റർ സർക്യൂട്ട് ഫോർ FM. ഷോ ദി ഇക്വാലൻസ് ബിറ്റ്വീൻ PM ആൻഡ് FM. എക്സ്പ്ലെയിൻ ഹൗ PM ഈസ് ഒബ്റ്റെയിൻ യൂസിങ് FM. അത് നമ്മൾ പറഞ്ഞു. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് വരാക്ടർ ഡയോഡ് മോഡുലേറ്റർ ഇൻ FM. വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് ഡയൽ ടോൺ. ബ്രീഫ്ലി ഡിസ്കസ് അബൌട്ട് ദി കോൾ ഇനീഷ്യേഷൻ പ്രൊസീജിയേഴ്സ്. ഡയൽ ടോൺ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, കോൾ ഇനീഷ്യേഷൻ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഉണ്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക.
എക്സ്പ്ലെയിൻ ദി വർക്കിംഗ് ഓഫ് കോഡ്ലെസ് ടെലിഫോൺ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ബ്ലോക്ക് ഡയഗ്രം. അപ്പോൾ നിങ്ങൾ തന്നെ നോക്കിയാൽ മനസ്സിലാവും ക്വസ്റ്റ്യൻസ് എല്ലാം റിപ്പീറ്റഡ് ആണ്, ഒരേ പാറ്റേണിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് മാത്രം ഡിസ്കസ് ചെയ്താൽ പോരെ. അപ്പോൾ ഏപ്രിൽ 2018 ചോദിച്ച ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ പി എം എഫ് എം കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഇക്വേഷൻസ് എഴുതാം. വിത്ത് നീഡ് സർക്യൂട്ട് ഡയഗ്രാം എക്സ്പ്ലെയിൻ ദി വർക്കിംഗ് ഓഫ് ഫോസ്റ്റർ-സീരിയ ഡിസ്ക്രിമിനേറ്റർ ഓൾസോ ഡ്രോ ദി ഡിസ്ക്രിമിനേറ്റർ റെസ്പോൺസ്. അതിൻ്റെ കേർവ് അടക്കം എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. ഫോസ്റ്റർ-സീരിയ ഡിസ്ക്രിമിനേറ്റർ ഡ്രോ ദി ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എഫ് എം ട്രാൻസിസ്റ്റർ യൂസിങ് ഇൻഡയറക്റ്റ് മെത്തേഡ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് വർക്കിംഗ്. ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ രണ്ട് മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്, പി എം മെത്തേഡും ആംസ്ട്രോങ് മെത്തേഡും. രണ്ടും നിങ്ങൾ മെൻഷൻ ചെയ്യാം. ഡിസ്ക്രൈബ് ദി വർക്കിംഗ് ഓഫ് വരാക്ടർ ഡയോഡ് എഫ് എം മോഡുലേറ്റർ, നമ്മൾ പറഞ്ഞു. വർക്കിംഗ് ഓഫ് ട്രാൻസിസ്റ്റർ മോഡുലേറ്റർ. എക്സ്പ്ലെയിൻ പ്രീ എംഫസിസ് ആൻഡ് ഡി എംഫസിസ് സർക്യൂട്ട് ഇൻ എഫ് എം. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് DTMF. DTMF എന്ന് പറഞ്ഞാൽ ഡുവൽ ടോൺ മൾട്ടി ഫ്രീക്വൻസി. സോ ഇതാണ് ഏപ്രിൽ 2018 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ജൂലൈ 2017 ആണെങ്കിൽ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലെയിൻ എഫ് എം ഡിമോഡുലേറ്റർ യൂസിങ് PLL. ഫേസ് ലോക്ക് ലൂപ്പ് വെച്ചിട്ടുള്ള എഫ് എം ഡിമോഡുലേറ്റർ എക്സ്പ്ലെയിൻ ചെയ്യാൻ. വിത്ത് ഡയഗ്രാം ഹൗ റെസ്പോൺസ് ഓഫ് പാരലൽ ട്യൂൺ സർക്യൂട്ട് മെയ്ഡ് ഫോർ ദി ഡിമോഡുലേഷൻ ഓഫ് എഫ് എം. അതായത് ഡിമോഡുലേഷൻ ഓഫ് എന്താണ് എഫ് എം ഡിമോഡുലേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. നമ്മളതൊരു ഒറ്റ വീഡിയോ ആയിട്ട് പറഞ്ഞിരുന്നു എഫ് എം ഡിമോഡുലേഷൻ എന്താണ്. വിത്ത് ദി ഹെൽപ്പ് ഓഫ് ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലെയിൻ ദി വർക്കിംഗ് ഓഫ് ഫോസ്റ്റർ-സീരിയ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ ക്വസ്റ്റ്യൻ ഷുവറാണ്. ഇപ്പോൾ നമ്മൾ 5 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 4 ക്വസ്റ്റ്യൻ പേപ്പറിലും ഫോസ്റ്റർ-സീരിയ ഡിസ്ക്രിമിനേറ്റർ ചോദിച്ചിട്ടുണ്ട് റിപ്പീറ്റഡ് ആയിട്ട്. വിത്ത് സപ്പോർട്ടിംഗ് ഇക്വേഷൻ ആൻഡ് ബ്ലോക്ക് ഡയഗ്രാം ഷോ FM can be obtained using PM. Explain FM modulation using JFET reactance modulator, taking a particular case of Z1 as capacitive reactance and Z2 as pure reactance. അപ്പോൾ നമുക്കിതൊന്നും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഈ JFET reactance modulator നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. നമുക്കൊന്നും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ അടുത്ത വീഡിയോയിൽ അതിൻ്റെ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ വൈസ് ആയിട്ട് പറയാം JFETൻ്റെ, അല്ലെങ്കിൽ അതിൻ്റെ PPTയിൽ ഞാനത് മെൻഷൻ ചെയ്യാം. ഓക്കെ. Explain the circuit diagram and response, the pre-emphasis and de-emphasis in FM. Also write the need of pre-emphasis and de-emphasis in FM. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. pre-emphasis de-emphasis റോൾ എന്താണ്, സർക്യൂട്ട് എങ്ങനെയാണ് വരയ്ക്കുക, കേർവ് എങ്ങനെയാണ്, പ്ലോട്ടുകൾ എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ജൂൺ 2017. ഇതിലൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു പ്രോബ്ലം. ആ പ്രോബ്ലം ഞാൻ കംപ്ലീറ്റ് പ്രോബ്ലം സൊല്യൂഷൻ ലിസ്റ്റിൻ്റെ കൂടെ ചെയ്തു തരാം. ഒരു ചെറിയ പ്രോബ്ലം PM എന്ന് ചോദിച്ചിട്ടുണ്ട്, വളരെ എളുപ്പമാണ്. ഞാനപ്പോൾ അതിൻ്റെ സൊല്യൂഷൻസ് ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല, ഞാൻ വൈറ്റ് ബോർഡിൽ അതിൻ്റെ ക്ലാസ് എടുത്തു തരാം. അപ്പോൾ ഒരു പ്രോബ്ലം ഒഴികെ ബാക്കി എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. എക്സ്പ്ലെയിൻ ദി വർക്കിംഗ് ഓഫ് വരാക്ടർ ഡയോഡ് FM മോഡുലേറ്റർ ആൻഡ് ബാലൻസ്ഡ് സ്ലോപ്പ് ഡിറ്റക്ടർ. നിങ്ങൾ നോക്കുക, 20 മാർക്കിൻ്റെ സിംഗിൾ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഈ പാറ്റേൺ ഇങ്ങനെയല്ല, 10 ചോദിക്കുള്ളൂ. വിത്ത് നീഡ് ഡയഗ്രാം എക്സ്പ്ലെയിൻ FM ട്രാൻസ്മിറ്റർ യൂസിങ് ഇൻഡയറക്റ്റ് മെത്തേഡ്. 8B നമുക്ക് ഡിസ്കസ് ചെയ്യാം ക്വസ്റ്റ്യൻ. ഞാൻ പ്രോബ്ലം ഡിസ്കഷൻ സോൾവിങ് എന്നൊരു സെഷൻ പറയുമ്പോൾ ഈ ക്വസ്റ്റ്യൻ പറയും. 90 നോക്കുക. വൈ പ്രീ എംഫസിസ് ആൻഡ് ഡി എംഫസിസ് യൂസ്ഡ് ഇൻ FM. ഡ്രോ ദി സർക്യൂട്ട് ഡയഗ്രാം ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രീ എംഫസിസ് ആൻഡ് ഡി എംഫസിസ് സർക്യൂട്ട്. തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഡിസ്ക്രൈബ് ദി ഫങ്ഷണൽ ബ്ലോക്ക് ഓഫ് സ്റ്റാൻഡേർഡ് ടെലിഫോൺ സെറ്റ്. സോ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണുള്ളത്. നിങ്ങൾ ജസ്റ്റ് ഞാനൊരു ഔട്ട്ലൈൻ പറഞ്ഞു. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എഫക്റ്റീവാണെന്ന് വിചാരിക്കുന്നത്. നമ്മളൊരു റിവിഷൻ പോലെ നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടിട്ട് ഞാൻ തന്നിരിക്കുന്ന നോട്ട്സൊക്കെ നോക്കിയിട്ട്